അർജുനും ജിൻഡോയും പ്രേക്ഷകരുടെ വോട്ട് നേടി ഫിനാലെ വീക്കിലേക്ക് ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ സെലക്ട് ആയിരിക്കുകയാണ്. സോ എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്നത്തെ സാറ്റർഡേ എപ്പിസോഡിൽ ഏകദേശം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ആരാണ് ഇന്ന് എവിക്റ്റ് ആവാൻ പോകുന്നത്? അതെ, അത് നോറ തന്നെയാണ്. സോ എന്തായാലും ആ കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോഴും ഇന്ന് സേവ് ആവുന്ന രണ്ട് കണ്ടസ്റ്റൻസ് ഇപ്പം ഓൾറെഡി ഫിനാലെ വീക്കിലേക്ക് 3 പേർ ഈ ശനിയാഴ്ചത്തെ ഷൂട്ടിംഗ് കഴിയുമ്പോൾ തന്നെ എത്തിയിരിക്കുന്നു എന്നാണ് അറിയുന്നത്. അതിൽ അർജുൻ ഉണ്ട്, ജിൻഡോ ഉണ്ട്, പിന്നെ അഭിഷേക് ടിക്കറ്റ് ടു ഫിനാലെ വഴി ഇവിടെ ആ ഒരു ഫിനാലെ വീക്കിലേക്ക് എത്തുകയാണ്. സോ എന്തായാലും നമ്മളൊരു ടോപ്പ് 5 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടോപ്പ് 5 ഞാൻ പറഞ്ഞ ഒരു പേരാണ്, ഒന്നില്ലെങ്കിൽ അർജുൻ അല്ലെങ്കിൽ സിജോ. ഇവരിൽ 2 പേരിൽ ഒരാൾ എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എന്തായാലും ഇത് ടോപ്പ് 5 അല്ല, ആ ഒരു ഫിനാലെ വീക്കിലേക്കാണ്. ഇന്ന് 2 പേര് പോയി കഴിഞ്ഞു കഴിഞ്ഞാലും 6 പേര് ബിഗ് ബോസ് ഹൗസിൽ സ്റ്റിൽ അവിടെ എലൈവാണ്. എലൈവ് എന്ന് വെച്ചാൽ അവിടെ ലൈവാണ് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ. പിന്നെ ഇനി മിഡ് വീക്ക് എവിക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്? 6 പേരെ വെച്ചിട്ടാണോ, അത് തലേ ദിവസം, അതായത് ഫിനാലേന്റെ ഒക്കെ തലേ ദിവസത്തെ ആ ഒരു എവിക്ഷനിൽ ഒരാളെ പുറത്താക്കുമോ, അതൊക്കെ ഇനി കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ടോപ്പ് 5 എന്നുള്ളൊരു ഇതിലേക്കുള്ള ഓട്ടം തന്നെയാണ്. അർജുൻ, ശ്രീതു, ഋഷി, ജിൻഡോ, ജാസ്മിൻ, അഭിഷേക്, ഇവരുടെ ആ ഒരു ഓട്ടം തന്നെയായിരിക്കും ഇനി കാണാൻ പോകുന്നത്. സോ ഓരോ ദിവസത്തെ എപ്പിസോഡും അർജുന്റെ ആ ഒരു ഗ്രാഫിനെ കുറെ സ്വാധീനിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു നോറയായിട്ടുള്ള ആ ഒരു പ്രകടനം. ഈ വോട്ടിങ്ങില് അർജുന ഒരു പിന്തുണ നല്ല രീതിയിൽ കിട്ടുന്നുണ്ടെങ്കിലും ആ ഒരു നോറയുടെ പെർഫോമൻസ് കഴിഞ്ഞതിന് ശേഷം അർജുന് കിട്ടുന്ന ആ ഒരു പിന്തുണ നല്ല രീതിയിലുണ്ട്. സോ അടുത്ത വീക്കിൽ ഇവരുടെ പെർഫോമൻസും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് ഓരോ ദിവസത്തെ പെർഫോമൻസിനും വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഡേയ്സ് ആണ് ഇനി വരുന്നത്. പെർഫോം ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവറായിട്ട് പെർഫോം ചെയ്യാം. പക്ഷേ ഇനി പുറത്തുള്ള ആൾക്കാർ വരുമ്പോഴുള്ള ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ, ഇത് ഒരു മൈൻഡ് ഗെയിം കൂടിയാണ്. പ്രേക്ഷകർ ഓരോ രീതിയിലും ചിന്തിക്കും. ഓരോരുത്തർ വരുമ്പോഴുള്ള ഇവരുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ഓരോ രീതിയിലും ചിന്തിച്ചുള്ള ഒരു ഗെയിമും കൂടിയാണ്. സോ പ്രത്യേകിച്ച് അതും ഒരു ഗെയിമാണ്. ഇതില് പ്രേക്ഷകരുടെ മൈൻഡിലൂടെ കടന്നു പോകുന്ന ഗെയിമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും വോട്ടിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകം കൂടിയാണ്. നമുക്ക് നോക്കാം ആരൊക്കെയാണ് ടോപ്പ് 5 വരാൻ പോകുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള ടോപ്പ് 5 ഇന്ന് എവിക്ഷനും കൂടി കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ടോപ്പ് 5 നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. നമുക്ക് നോക്കാം ആരൊക്കെയാണ് ആ ടോപ്പ് 5 നിന്ന് വരാൻ പോകുന്നതൊക്കെ. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ലേറ്റസ്റ്റ് എന്തായാലും അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.